ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടിൻഡു സുബിൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ പ്ലെയിൻ കുസ്ക എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: റൈസ് 2 കപ്പ്. ഞാൻ ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ബസുമതി റൈസ് വേണമെങ്കിലും എടുക്കാം. 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളമാണ് ആവശ്യം. ഞാൻ 2 കപ്പ് വെള്ളവും 1 കപ്പ് തേങ്ങാപ്പാലുമാണ് യൂസ് ചെയ്യുന്നത്. നാരങ്ങ ഒരു അരമുറി. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, ഇഞ്ചി, പച്ചമുളക്, പുതിനയില, മല്ലിയില, വെളുത്തുള്ളി എന്നിവയാണ് അടുത്തതായി നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടി നമ്മൾ അരച്ച് വെക്കുക. മിക്സിയുടെ ജാറിൽ അരച്ച് മാറ്റി വയ്ക്കുക. അല്പം വെള്ളം ചേർക്കാം. അതിനുശേഷം വേണ്ടത് ബേ ലീവ്സ്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക. പിന്നെ നമുക്ക് ആവശ്യമായത് സവോള ഒരെണ്ണം, പച്ചമുളക് ഒരെണ്ണം, തക്കാളി ഒരെണ്ണം, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. പിന്നെ ഒരു കുക്കർ എടുത്ത് അത് അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഇത് രണ്ടും ചേർത്തതിന് ശേഷം അതിലേക്ക് ബേ ലീവ്സ്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർക്കുക. അതിൻ്റെ കൂടെ കാഷ്യൂനട്ടും അത് ചേർത്ത് നന്നായിട്ട് ഒന്ന് വതക്കിയെടുക്കുക. അത് ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് സവോള ചേർക്കേണ്ടതാണ്. സവോളയുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. എരിവും ഉപ്പുമെല്ലാം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. കുറവുള്ളവർക്ക് ഈ ഞാൻ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കണക്ക് കറക്റ്റാണ്. ഇല്ല കുറച്ചും കൂടി എരിവ് വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ്. കാരണം മുളക് പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല, പച്ചമുളക് മാത്രമാണ് എരിവിന് നമ്മൾ ചേർക്കുന്നത്. സവോള നന്നായിട്ട് വഴന്നു വരുന്നതിന് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവോള പെട്ടെന്ന് നന്നായിട്ട് വഴന്ന് കിട്ടുന്നതായിരിക്കും. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് പച്ചമുളക്, പുതിനയില, മല്ലിയില എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളി, നമ്മൾ മുമ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ആ തക്കാളിയും അതിൻ്റെ കൂടെ ആദ്യമേ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതും കൂടി ഇതിൽ ചേർക്കുക. ഇത് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കുക. 3 കപ്പ് വെള്ളമാണ് ആവശ്യം 2 കപ്പ് അരിക്ക്. അപ്പം ഞാൻ ഇതിൽ 2 കപ്പ് വെള്ളവും 1 കപ്പ് തേങ്ങാപ്പാലുമാണ് ചേർക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. അതിൻ്റെ കൂടെ അരമുറി നാരങ്ങ പിഴിഞ്ഞതും ചേർക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഉപ്പും പുളിയുമെല്ലാം നോക്കിയതിന് ശേഷം അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ അടച്ച് 2 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. 2 വിസിൽ വന്നതിന് ശേഷം മൂടി തുറന്ന് നോക്കുക. അല്പം പോലും കുഴയാതെ നല്ല അടിപൊളി കുസ്ക നമുക്കിവിടെ റെഡിയായിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ചിക്കൻ, കോളിഫ്ലവർ, സാലഡ് ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എരിവ് അധികം ആവശ്യമില്ലാത്തവർ ഞാൻ ഇട്ടിരിക്കുന്ന ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെ ചേർത്താൽ മതി. എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി പച്ചമുളക് ചേർക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.